പ്രിയപ്പെട്ടവരെ, സങ്കടകരമായൊരു വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. കണ്ണൂർ ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ സ്വന്തം ലൈഫ് ജാക്കറ്റ് മറ്റൊരാൾക്ക് നൽകി ഒരാളുടെ ജീവൻ രക്ഷിച്ച് മരണത്തിൻ്റെ കയങ്ങളിലേക്ക് മുങ്ങിപ്പോയ രാജേഷിനെ മലയാളികൾക്കാർക്കും മറക്കാൻ കഴിയില്ല. മനുഷ്യസ്നേഹത്തിൻ്റെ മഹത്തായ ഒരു ഉദാഹരണമായി നമ്മളുടെ എല്ലാ ഹൃദയത്തിൽ എക്കാലവും രാജേഷ് ജീവിക്കും. എന്നാൽ സംസ്ഥാനത്തെ സർക്കാർ ഈ രാജേഷിനെ മറന്നുപോയി. ഈ വാർത്ത നമുക്കൊന്ന് കാണാം. കണ്ണൂർ ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ സ്വന്തം ജീവൻ ബലി നൽകിയ രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ്. മൃതദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചതിൽ തികഞ്ഞ അനാസ്ഥ. തൃശൂർ ചാവക്കാട് വരെ മൃതദേഹം എത്തിച്ചത് പരിയാരം മെഡിക്കൽ കോളേജിലെ ഫ്രീസർ ഇല്ലാത്ത ആംബുലൻസിൽ. മൃതദേഹം എംബാം ചെയ്യാനും തയ്യാറായില്ല. പിന്നീടാണ് വഴിയിൽ വെച്ച് അന്വേഷിച്ച് ഫ്രീസർ സംഘടിപ്പിച്ചത്. തന്റെ ലൈഫ് ജാക്കറ്റ് മറ്റൊരാൾക്ക് നൽകി അയാളുടെ ജീവൻ സുരക്ഷിതമാക്കി അദ്ദേഹത്തെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ച് മടങ്ങി വരാൻ ശ്രമിക്കുമ്പോഴാണ് രാജേഷ് ഒഴുക്കിൽപ്പെടുന്നത്. അവിടെ ഒഴുക്കിൽപ്പെട്ട രാജേഷ് പിന്നെ മണിക്കൂറുകളോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് മരണപ്പെട്ട നിലയിൽ ശ്രീ രാജേഷിൻ്റെ മൃതദേഹം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തന്നെ രാജേഷിൻ്റെ കുടുംബം സ്ഥലം MLA ഉൾപ്പെടെ ഈ തിരച്ചിൽ ഏകോപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെടുന്നില്ല എന്ന പരാതി അറിയിച്ചിരുന്നു. എന്നാൽ മരണത്തിനു ശേഷവും ആ മൃതദേഹത്തോടും തികഞ്ഞ അനാദരവാണ് ഈ സർക്കാർ കാണിച്ചിരിക്കുന്നത്. ഇത്രയധികം ധീരമായി രക്ഷാപ്രവർത്തന രംഗത്ത് ഇടപെട്ട് ഇവിടെ മാത്രമല്ല വയനാട് ഉൾപ്പെടെയുള്ള ദുരന്ത മേഖലകളിലെല്ലാം ഓടിയെത്തിയ ഒരു മനുഷ്യൻ ഒരു രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി മരണപ്പെടുമ്പോൾ അയാളുടെ ഭൗതിക ശരീരം വേണ്ടപ്പെട്ടവർക്ക് മുമ്പിലേക്ക് കേടുകൂടാതെ എത്തിക്കാൻ ഒരു ഫ്രീസറുള്ള ആംബുലൻസ് അറേഞ്ച് ചെയ്യാൻ പോലും ഈ നാട്ടിലെ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ഇവരെ കൊണ്ട് സാധിക്കുക? പത്രസമ്മേളനങ്ങൾ വന്നിരുന്ന എല്ലാം ലോകോത്തര നിലവാരത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ചിരിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല മുഖ്യമന്ത്രി. അമ്മായിയപ്പനെ കാണാൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ കഴിയുന്ന മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ രക്ഷാപ്രവർത്തനത്തിന് മറ്റൊരാളുടെ ജീവൻ രക്ഷിച്ച ഒരു മനുഷ്യന്റെ മൃതശരീരം ഒരു ഫ്രീസറുള്ള ആംബുലൻസിൽ അയാളുടെ ഉറ്റവർക്കരികിലേക്ക് എത്തിക്കാൻ പോലും സാധിക്കാത്തത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പത്രസമ്മേളനങ്ങൾ വന്ന് എല്ലാം ശരിയാക്കി കളഞ്ഞു എന്ന് വർത്തമാനം പറഞ്ഞാൽ മാത്രം പോരാ. ഇത്തരം ധീരമായി ഇടപെടുന്ന ആളുകളുടെ ജീവത്യാഗത്തോടെങ്കിലും നീതി പുലർത്താൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്.